നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ അന്ന് പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ? 2 വർഷങ്ങൾക്ക് മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് വളരെ ശക്തമായ ചില വാക്കുകൾ CR7 പറഞ്ഞിരുന്നു. അന്നതിൽ പലർക്കും മുറുമുറുപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 2 വർഷത്തിന് ശേഷം അത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ലൂയിസ് സാഹ ചോദിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ CR7ൻ്റെ ആദ്യ സ്പെല്ലിൽ അദ്ദേഹത്തോടൊപ്പം കളിച്ചിട്ടുള്ളയാളാണ് ലൂയിസ് സാഹ. ആ ലൂയിസ് സാഹയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ശരിയാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ മാനേജ്മെൻറ്റിനെ കുറിച്ച് ചില സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ചിലർക്കൊക്കെ അതിൽ എതിർപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ 2 years അദ്ദേഹം പറഞ്ഞത് സത്യമായിരുന്നു എന്നിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ? കഴിഞ്ഞില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ പലപ്പോഴും പലരും അദ്ദേഹത്തെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ സെക്കൻഡ് സ്പെല്ലെന്ന് പറയുന്നത് ക്ലബ് അത്ര നല്ല സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോഴല്ല, ട്രാൻസ്ഫറിനൊക്കെ വലിയ വാല്യൂ കൊടുക്കുന്ന ഒരു സമയം, ഹൈ ട്രാൻസ്ഫറിനൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. പുതിയൊരു കോച്ച് പോലും വരുന്നു. ആ കോച്ചിന് തൻ്റെ ശക്തി ഒന്ന് കാണിക്കണമല്ലോ, ക്ലബിൽ തൻ്റെ അധികാരമൊന്ന് പ്രകടിപ്പിക്കണം. അതിനുവേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്ക്വാഡിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തു. എന്നിട്ട് തൻ്റെ ക്യാരക്ടർ എന്താണ്, താൻ എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് CR7 പുറത്തിരുത്തുന്നതും ബെഞ്ചിലിരുത്തുന്നതുമൊക്കെ. അവിടെയാണ് ഈ കോൺഫ്ലിക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈഗോയാണ് യഥാർത്ഥത്തിൽ അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനോയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ, യുണൈറ്റഡിൽ 2ാം സ്പെല്ലിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ അത് വെച്ച് നിങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ വാദിക്കാനൊന്നും ഉണ്ടാവില്ല. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൽ ആദ്യ സീസണിലെ കണക്കുകളൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും CR7 ഒരിക്കലും ബെഞ്ചിലിരുത്താൻ കഴിയുമായിരുന്നില്ല എന്ന്. പക്ഷേ കോച്ചിന് അത് ചെയ്യണമായിരുന്നു, തൻ്റെ ശക്തി ഒന്ന് കാണിക്കാൻ. അവിടെയാണ് കാര്യങ്ങൾ പിഴച്ചത് എന്ന് ലൂയിസ് സാഹ വളരെ കൃത്യമായിട്ട് പറയുന്നു. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.